ഞാൻ ഓൾമോസ്റ്റ് ഒരു 20,000 രൂപ ഞാൻ പൊടിച്ചിട്ടുണ്ട് മേക്കപ്പിനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബാഗ് നോക്ക്, നല്ല രസമല്ലേ കാണാനായിട്ട്. ആണുങ്ങളുടെ ആണോ? ബൾഗാരി ഉണ്ട്, ഇതൊക്കെ ബൾഗാരിയുടെ കേട്ടോ. ബോട്ടിൽ കാണാൻ നല്ല രസം. ഇവിടുത്തെ സാറ അപ്പൊ ഇതാണ് നമ്മൾ മേടിച്ചത്. ഇത് ലാൻകോമിന്റെ കവർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നിങ്ങളുടെ ഐശ്വര്യ. ഇന്ന് നവംബറിന് നമ്മൾ ഡിസംബറിൽ ഒരു ഭയങ്കര ഒരു സംഭവമുണ്ട്. നമ്മൾ ഇന്ത്യയിൽ വരാൻ പോവാണ്. അതും 2 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഇന്ത്യ ഷോപ്പിംഗ് തുടങ്ങാൻ പോവാണ്. എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ അടുത്തുള്ള മാളുകളിലൊക്കെ പോയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വാങ്ങാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പോവാട്ടോ. അപ്പോൾ കം വിത്ത് മീ. ഇതേ ഇവിടെ ടുട്ടു ഉണ്ട്. ടുട്ടു ഇവിടെ റെഡി ആയിട്ട് എന്തൊട്ടോ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. വേഗം ഷൂസ് ഇട്. പിന്നെ ചന്ദ്രപ്പി ഇവിടെ കോഫി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രപ്പി അങ്ങോട്ടൊന്നു. ചന്ദ്രപ്പിനെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നില്ല എന്ന് കുറേ പേർക്ക് പരാതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ടോളൂ. അപ്പോൾ നമുക്ക് ചന്ദ്രപ്പിയുടെ എൻഡിങ് കുറച്ച് കാശ് പൊടിച്ചിട്ട് വരാം. പിന്നെ എനിക്ക് കുറച്ച് പേഴ്സണലായിട്ട് വാങ്ങേണ്ട സാധനങ്ങളും ഉണ്ട്. അത് കാരണം ഇന്ത്യ പോണ ഷോപ്പിംഗ് ഒന്നും ചന്ദ്രപ്പിക്ക് പേടിയില്ല. എൻ്റെ പേഴ്സണൽ ഷോപ്പിംഗാണ് പേടി. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു പേഴ്സണലൈസ്ഡ് ഞാൻ വാങ്ങിക്കാൻ എനിക്കിന്ന് കുറച്ച് മേക്കപ്പ് വാങ്ങാനുണ്ട്. പിന്നെ എനിക്കൊരു ചെരുപ്പ് വാങ്ങാനുണ്ട്. സോ ഓൾ ഷോപ്പിംഗ്സ് ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടമുള്ളവരും ഇവിടെ ആഫ്രിക്കയിലുള്ള നാട്ടിലേക്ക് ഇന്ത്യയിലേക്കൊക്കെ എന്തൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് ഈ വീഡിയോ തുടർന്ന് കാണാം അല്ലേ. ടുട്ടു ആകെ പേടിച്ചിരിക്കുക കേട്ടോ. കാരണം ടുട്ടുവിന് പോയിട്ട് വയ്യാണ്ടാവും. ഫുഡ് വാങ്ങിച്ചു തരാം ടുട്ടു നിനക്ക്. യെസ്, അപ്പോൾ നമുക്ക് പോയാലോ. അപ്പം ഞാൻ എൻ്റെ ഓവർ ആക്ഷനൊക്കെ ഒന്ന് കുറച്ചിട്ട് നമുക്ക് പോകാം. ഇത് എൻ്റെ ഒരു ഭീകര കമ്മലാട്ടോ. ഇനി ഒരു കടയിൽ കണ്ടപ്പോഴും ഭയങ്കര നോക്ക് നമ്മുടെ തൃശ്ശൂർപൂരത്തിൻ്റെ കുട പോലെ ഇല്ല ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് എപ്പം ഞാൻ ഇട്ടാലും ആൾക്കാരെല്ലാവരും ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചെന്ന് ചോദിക്കും കേട്ടോ. ഞാനൊരു കമ്മൽ പ്രാന്തി ആയതുകൊണ്ട് ഇതൊക്കെ രസമാണ്. പേസാൻഡൻ സിറ്റി എന്ന് പറഞ്ഞ മാളിലേക്ക് വന്നിരിക്കുക കേട്ടാ. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് കണ്ട ഒരു വലിയൊരു ബലൂൺ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു വലിയ മോളാണ്. ആക്ച്വലി നാളെ നമുക്കൊരു പരിപാടിയുണ്ട് ഒരു സ്കൂളിൽ. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് ടുട്ടും ചന്ദ്രപ്പിയും പോയിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനെന്നാ ഇവിടെ ഇറങ്ങിയിട്ട് എൻ്റെ ഷോപ്പിംഗ് ഒക്കെ ഞാൻ തെണ്ടിക്കോളാം. ക്യൂട്ട് ഡ്രസ്സാണ് നോക്ക്. ഇതൊക്കെ മൂട് പൊളിയും ഇവിടെയൊക്കെ കയറി കഴിഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എനിക്ക് ആദ്യം പോകേണ്ടത് ഒരു മേക്കപ്പ് സ്റ്റോറിലേക്ക് കേട്ടോ. ആർക്കെന്ന് പറഞ്ഞൊരു മേക്കപ്പ് സ്റ്റോർ ഉണ്ട് ഇവിടെ. അവിടെ ഒട്ടുമിക്കം വലിയ ബ്രാൻഡുകളൊക്കെ ഇല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിൽ സെഫോറയൊക്കെ പോലെ തന്നെ അവിടെ കിട്ടും. സോ ഞാൻ അങ്ങോട്ട് പോവാം. അടുത്തെന്ന് പറഞ്ഞൊരു മൾട്ടി നാഷണൽ സ്റ്റോറാണ് ഇത്. ഇവിടെ സൗത്ത് ആഫ്രിക്കയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്. നമുക്ക് ഇവിടെ പോയി നോക്കാം. ഇവിടെ ഒരു നല്ല മേക്കപ്പ് സെഷൻ ഉണ്ട്. Hello, how are you? I'm okay. ഇതാണ്. And today I don't have a makeup. This is my skin. This is my best skin. ഇത് ക്ലിനിക് സ്റ്റോറിലാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഞാൻ പൊതുവെ എല്ലാവിധ പ്രോഡക്ട്സും ഒക്കെ ഞാൻ ലാസ്റ്റ് ടൈം കുറെ പ്രോഡക്റ്റ് മേടിച്ചു എന്ന് പറഞ്ഞത്. Even if I don't hear what you saying, but yes. ഒന്നും മനസ്സിലാവില്ല. നല്ല രസമുണ്ടെന്ന് പറഞ്ഞത്. ഞാനിവിടെ ലാൻകോമിൻ്റെ ഫൗണ്ടേഷൻ നോക്കിയതാണ്. പക്ഷേ ഇവരുടെ ഷെയ്ഡ് ഇല്ല. അപ്പം നമുക്ക് വേറൊരു ഷോപ്പിൽ പോവാം. ഓക്കെ, ആയതുകൊണ്ട് ഓൾറെഡി ഡെക്കറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ബാഗ് നോക്ക്, നല്ല രസമല്ലേ കാണാനായിട്ട്. ഇത് കൺട്രി റോഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആട്ടോ. കൺട്രി റോഡ്. എനിക്കിങ്ങനെ എഴുതിയത് സ്റ്റാപ്സ് ഒക്കെ വലിയ ഇഷ്ടമാണ്. സീ ദ പ്രൈസ് 1299. എൻ്റെ നഖം ഞാൻ നെയിൽ പോളിഷ് പറഞ്ഞു പോയി. എക്സ്ക്യൂസ് മീ ഫ്രം ദാറ്റ്. ഓ ദിസ് ഇസ് സോ നൈസ്.
പിന്നെ നോക്കാം. ഇപ്പം ബാഗ് എൻ്റെ പ്ലാനിലില്ല. വാങ്ങാൻ ഉദ്ദേശിച്ച സാധനം ഉണ്ടല്ലോ ആ കടയിൽ ഇല്ല. ആക്ച്വലി ഞാൻ ഡിസംബറിൽ ഇന്ത്യയിൽ വരുന്ന കാരണം എനിക്കൊരു ഫൗണ്ടേഷൻ വാങ്ങണം. അത് സ്വെറ്റ് പ്രൂഫും എന്താ പറയുക ബുള്ളറ്റ് പ്രൂഫ് പോലത്തെ ഒരു ഫൗണ്ടേഷൻ. അപ്പോൾ ഞാൻ കുറച്ചെണ്ണം നോട്ട് ചെയ്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കണേ കേട്ടോ. ഇത് ഭയങ്കര നല്ല വളാട്ടോ. വെറുതെ വന്നിട്ട് ഒന്നും വാങ്ങാണ്ട് ഷോപ്പിംഗ് ചെയ്യാണ്ട് വെറുതെ നടക്കാനും നല്ല രസമാണ്. ഓസ് ആൻഡ് തിങ്സ് എന്ന് പറഞ്ഞ ഷോപ്പ് ഇങ്ങോട്ട് നോക്കണ്ട, നമുക്ക് ഇങ്ങോട്ട് പോകാൻ പോകുന്നത് ഫുഷിനി എന്ന് പറഞ്ഞൊരു ഷോപ്പിലാട്ടോ. ഫുഷിനി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. അവിടെ സാറ ഉണ്ട്. സാറിൽ ഞാൻ പോകണില്ല, കാരണം നമുക്ക് ഇന്ത്യയിലേക്ക് വാങ്ങാൻ പറ്റിയതൊന്നും സാറ കിട്ടില്ല, മേക്കപ്പും ഇല്ല. അപ്പോൾ ഞാൻ ഫുഷിനിയിൽ പോയിട്ട് അവിടെ മേക്കപ്പ് സെക്ഷൻ ഉണ്ട്, പിന്നെ കുറേ ഡ്രസ്സും സെക്ഷനൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ പോവാം. ഇവിടുത്തെ സാറിൻ്റെ ഉള്ളിൽ ഒട്ടും തന്നെ നമുക്ക് കളറുകളൊന്നും തന്നെ മര്യാദയ്ക്ക് കാണണില്ല കേട്ടോ. പിന്നെ ഉള്ളത് ക്രിസ്മസ് ആയാലും റെഡ് കളറാണ്. ഫുഷിനി വുമൺ, ഓൾ വുമണിൻ്റെ ഷോപ്പാണ്. നമുക്ക് ഇവരുടെ മേക്കപ്പ് നോക്കാം. ഇത് ഈ അർബൻ ഡീക്കൻ്റെ ഫൗണ്ടേഷനാണ്. അർബൻ ഡീക്ക അല്ല, ഇത് ലാൻകോമിൻ്റെ ഫൗണ്ടേഷനാണ്. ഇതിന് 700 rand. Really know this brand very well. That's fine. I want to see if you can give me testers. You have a promotion. Yes. നമ്മൾ പെർഫ്യൂം നോക്കാൻ പോവാട്ടോ നാട്ടിലേക്ക്. Get 50% on the second one. Is it? Yes. Okay. Can you show me some perfumes then? Okay, which smell do you like? I want it like subtle, fresh, last long, Right? and not like hit on my head. Oh, okay. No. Yeah. Can I see that one? Let me hold carefully. There no bottle. It's nice one. With the shape and the. It's nice. Can you show me the smell? Oh, okay. ഞാൻ ഉദ്ദേശിച്ച സാധനം ഇവിടെ ഇല്ല. അപ്പം ഞാൻ ഇന്ത്യയിലേക്ക് എന്തായാലും കുറച്ച് പെർഫ്യൂം വാങ്ങണം. ഞാനിപ്പോൾ ഫുഷിനീൻ്റെ പെർഫ്യൂം സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ സാധാ ബ്രാൻഡുകളും ഇത്തിരി വലിയ ബ്രാൻഡ് ഇവിടെ ഉണ്ട്, വലിയ കുറേ ബ്രാൻഡ്സൊക്കെ. അർമാനി, അർമാനി ഇസ് ദർ, ബട്ട് ഐ ഡോണ്ട് നോ വെദർ അർമാനി മേക്കപ്പ് ഈസ് ദർ. ബൾഗാരി ഉണ്ട്. ഇതൊക്കെ ബൾഗാരിയുടെ കേട്ടോ. ബോട്ടിൽ കാണാൻ നല്ല രസമാണ്. And this one is new. Is it new? This one. I want a crystalline. എനിക്ക് മറ്റേ ബിസിനസ് ക്ലാസ്സിൽ പോയപ്പോൾ ദേ ഗിവ് ദിസ് ഇൻ ബിസിനസ് ക്ലാസ്. ദിസ് വൺ ബിസിനസ് ക്ലാസ്സിൽ പോയപ്പോൾ എനിക്ക് ഇത് കിട്ടിയായിരുന്നു, സ്പ്രേ ചേർത്ത്. They will give you a complimentary one, right? Yeah. എനിക്ക് ഫ്ലോറലായിട്ട് അത്ര ഇഷ്ടമല്ല. I want something, I don't know. Yeah, more. സ്മെൽ ചെയ്ത് നോക്കാം. This is nice. That's very nice. Can you keep this side? It's ഇത് റോസ് ഗോൾഡിൻ്റെ ആണോ? How much is the price? okay. So we have different sizes here. The small one. Okay, the small one it's 2695. This one, Small. the small one. Definitely small. Okay. I want to smell this one, Omnia Crystalline. Crystalline, the orange one. Sorry. Let me spray one. Yeah, thank you. They will give you കോഫി ബീൻസ് നമുക്ക് തരും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ പെർഫ്യൂം അടിച്ച് കഴിയുമ്പോണ്ടല്ലോ നമ്മുടെ മൂക്കിന് മണമില്ലാണ്ടാവും. സോ ദാറ്റ് ടൈം നമുക്ക് കോഫി ബീൻസ് സ്മെൽ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സ്മെൽ ഇറ്റ്. ഇത് നല്ല ബോട്ടിലാണ്. സീ ദിസ് ബോട്ടിൽ. ഇതിൻ്റെ മണവും നല്ല മണമാണ്. നമുക്ക് ഇത് ഒരെണ്ണം മേടിക്കാം. പക്ഷേ ഇത് ആർക്കാന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ എന്താ വാങ്ങണേന്ന് ഞാൻ പറയൂല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ വാങ്ങും, ചിലപ്പോൾ വാങ്ങില്ല. പെർഫ്യൂംസ് ആട്ടോ. ഇവിടെ ഇപ്പോൾ ഓഫ് ഉണ്ട്. സോ സെക്കൻഡ് ബോട്ടിൽ നോക്കാം. Okay, here's this one. It's the waterproof one. This one is finished, but it's quite fresh. You like that blue? എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഗൂച്ചിൻ്റെ മണമാണ്. ഈ ബോട്ടിൽസ് ഉണ്ടോ? നല്ല രസമല്ലേ കാണാൻ ബോട്ടിൽ. ആണുങ്ങളുടെ ആണോ?
ഗുഡ് ഫോർ ഗിഫ്റ്റിംഗ്. It is. See this one. ഇത് എന്തൊരു ക്യൂട്ടാ നോക്കണേ. ഒരു പെർഫ്യൂം ബോട്ടിൽ അത്. It's more like a pencil. ഒരു ബാഗാണ്. നമ്മൾ മണടിച്ച് ചാവാറായിട്ടോ. കാരണം ഫുൾ സ്മെല്ല് നമ്മളിങ്ങനെ ചെയ്തോണ്ടിരിക്കുക. നമുക്ക് നോക്കാം. ഇനിയുണ്ട് കുറച്ചുകൂടി ഈ ഒരു പെർഫ്യൂമിന്റെ നോക്കാനായിട്ട്. വേണ്ടോ? നൈസ് ബാഗ് ആയിട്ടില്ലേ? എനിക്ക് കളർ ഇഷ്ടപ്പെട്ടോ. ട്രൂവർസ് എന്ന് പറഞ്ഞ ഷോപ്പാട്ടോ. ഇവിടെയും ഞാൻ ഷോപ്പിംഗ് ചെയ്യാറുണ്ട്. നമുക്ക് പോയി നോക്കാം. ഇവിടെ 50% കുറവുണ്ടെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല കുട്ടികളുടെ കളക്ഷൻ ഉണ്ട് കാണാം. ഇതായി കുട്ടികളുടെ ആണ് നോക്കണം. ഇവിടെ കുട്ടികളുടെ നോക്കാൻ വന്നതാ. ടുട്ടു നിനക്കല്ല കാണിച്ചു തരാം. ടുട്ടുന്റെ സ്പെഷ്യൽ ഇത്. ഓ റെയിൻബോ. ടുട്ടു നിന്റെ ഡോഗി. നമ്മൾ ഈ ഡോഗി വീട്ടില് ഞാൻ ഇതിനെ കെട്ടിപ്പിടിച്ച കിടന്നുറങ്ങുന്നത്. കുഞ്ഞായി നല്ല തലോണ. നമ്മൾ ഷോപ്പിങ്ങിന് വരുമ്പോ ഇങ്ങനെ സ്റ്റക്കായി പോട്ടോ നല്ല നല്ല സാധനങ്ങൾ കാണുന്നത്. ഞാൻ ഇവിടെ ട്രൂവർസിലെ ബാഗ് നോക്കാൻ വന്നതാ. ട്രൂവർസ് ഷോപ്പിലാണ് നല്ല നല്ല ബാഗുകളൊക്കെ കിട്ടും കേട്ടോ. അത്യാവശ്യത്തിന് അഫോർഡബിൾ പ്രൈസ് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ നോക്കി. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് 2-in-1 ബാഗ് എന്നാണ് കാണിക്കുന്നത്. ദെൻ വി ഹാവ് സോ മെനി അതർ ബാഗ്സ്. ഇതൊരെണ്ണം. ദിസ് ഈസ് ഇത് നല്ല കളറല്ലേ നോക്കി. ക്യൂട്ടല്ലേ? ഇറ്റ്സ് നൈസ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ ഉണ്ട് കേട്ടോ ബാഗ്. മൊബൈൽ ഫോൺ വയ്ക്കുന്നത്. ഇത് കൊള്ളാലോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എഡ്ഗേഴ്സ് എന്ന് പറഞ്ഞ ഷോപ്പിൽ പോകുമ്പോൾ കേട്ടോ. ഇവിടെയാണ് കുറേ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ കിട്ടുന്നത്. മേക്കപ്പ് ഷോപ്പിൽ വന്നിരിക്കുകയാണ്. ഞാനൊരു ഫൗണ്ടേഷൻ നോക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഈ സൈഡ് അവർ ക്ലീൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പോവുക. ഇത് ലാൻകോം എന്ന് പറഞ്ഞ ബ്രാൻഡ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. Can actually build it up. Look at it. It's like your own skin. Yes. Perfect shade. ഇതാണ് ലാൻകോമിൻ്റെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് ഈ സൈഡാണ്. ഓ ദാറ്റ്സ് ഇസ് നൈസ്. നല്ല രസമുണ്ട്. സോ ഫെൻഡി ബ്യൂട്ടീൻ്റെ ഫൗണ്ടേഷനാണ് ഞാൻ അടുത്ത് നോക്കണം കേട്ടോ. സോ ഇത് ഫെൻഡിയുടെ റേഞ്ചാണ്. നമുക്ക് നോക്കാം. മേക്കപ്പ് മൊത്തം തുടച്ച് കളഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ വേറെ മേക്കപ്പ് അപ്ലൈ പോകട്ടാം. അപ്പോൾ എൻ്റെ ഈ സൈഡിലായിട്ട് ലാൻകോം അപ്ലൈ ചെയ്തു. ഈ സൈഡിലായിട്ട് അപ്ലൈ ചെയ്തത് എന്തായിരുന്നു? ഇതാണ് ഫെൻറ്റി ബ്യൂട്ടി അപ്ലൈ ചെയ്തത്. അങ്ങനെ ഞാൻ എൻ്റെ മേക്കപ്പ് ഷോപ്പിംഗ് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെയാണ്. ഒരു ഫൗണ്ടേഷൻ, ഒരു കൺസീലർ, പിന്നെ ഒരു ബ്ലഷ്, ഒരു ലിപ്സ്റ്റിക്ക് ഒക്കെയാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മളുടെ മേക്കപ്പ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 20,000 രൂപ ഞാൻ പൊടിച്ചിട്ടുണ്ട് മേക്കപ്പിനായിട്ട്. ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ ഞാൻ വാങ്ങിച്ചു. ഇവിടെ ആക്ച്വലി 8 മണിയാകുമ്പോഴേക്കും എല്ലാ ഷോപ്പും ക്ലോസ് ആവും. അപ്പം നമ്മളിപ്പോൾ ഫുഡ് കോർട്ടിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ട്. ഞാൻ വൈകുന്നേരം ചായയും പോലും കുടിച്ചില്ല. കാരണം ഞാൻ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ചായ കുടിച്ചായിരുന്നു. അപ്പം നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ ഫോൺ എപ്പോൾ വേണമെങ്കിലും സ്വിച്ച് ഓഫ് ആവാം. അതാണ് ഞാൻ പേടിച്ചുകൊണ്ടിരിക്കണേ. എന്താ കഴിക്കുക നമ്മള്? അപ്പൊ ഇതാണ് നമ്മൾ മേടിച്ചത്. ഇത് ലാൻകോമിന്റെ കവർ മാത്രമേ ഉള്ളൂ കേട്ടോ.
ഇത് ആക്ച്വലി ഒരു ഫൗണ്ടേഷനാണ്, ലാൻകോമിൻ്റെ ഫൗണ്ടേഷൻ. പിന്നെ ഇത് ബോബി ബ്രൗണിൻ്റെ ഒരു സൺസ്ക്രീൻ ആൻഡ് മേക്കപ്പ് ബേസ് കേട്ടോ. പിന്നെ ഞാൻ മേടിച്ചത് എന്താ, ഇതൊരു കൺസീലറാണ് ലാൻകോമിൻ്റെ തന്നെ. പിന്നെ ഇത് ഞാനൊരു ലിപ്സ്റ്റിക്ക് മേടിച്ചു, ഫെൻഡി ബ്യൂട്ടീൻ്റെ. പിന്നെ ഇത് ഫെൻഡി ബ്യൂട്ടീൻ്റെ തന്നെ ഒരു ബ്ലഷ് മേടിച്ചത്. അത് എന്നിട്ടായിരുന്നു. പിന്നെ അവരെനിക്കൊരു കോംപ്ലിമെൻ്ററി ഇത് തന്നെയാണ്, ഒരു പെർഫ്യൂം ലാൻകോമിൻ്റെ. പിന്നെ ഈ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നേക്കാൾ മുന്നേ നമ്മൾ ഇത് ഇത്രയും കാശ് കൊടുത്ത് മേടിക്കണമെന്നല്ല. അപ്പോൾ ഇത് ചീത്തയായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സാമ്പിൾ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് മുഖത്ത് നോക്കി ഇഷ്ടമായാൽ മാത്രം അത് പൊട്ടിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ എനിക്കൊരു മോയ്സ്ചറൈസർ ബേസിൻ്റെയും സാമ്പിൾ കണ്ടാണ്. അതാണ് ഇത് ഫ്രീ ആയിട്ട് അവർ തന്നതാട്ടോ. ഫിഷ് വേ എന്ന് പറഞ്ഞ സ്റ്റോർ ചെയ്ത് നമ്മൾ ഫിഷിൻ്റെ ഫുഡ് വാങ്ങാൻ പോവാട്ടോ. ഇതാണ് സ്റ്റോറ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുള്ളത് ഇതുപോലെ കിട്ടും. ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഫുഡ് തുറന്നു കാണിച്ച് ചന്ദ്രബി ഓർഡർ ചെയ്താട്ടോ. ഓ നോക്കാം, ഇങ്ങനെയാട്ടോ ഇവിടെ നമുക്ക് ഫുഡ്. മീൻ കിട്ടുന്നത് കേക്ക് എന്ന് പറഞ്ഞ മീൻ, ചിപ്സ്, പിന്നെ ചോറ്. ഇത് 3 പേർക്ക് കഴിക്കാനുള്ളതാണ്. ഇത് എത്ര വിലയാണ് ചന്ദ്രബി? 6 പീസ് മീൻ, മെയിൻ ബിഗ് റൈസ്, ബിഗ് ചിപ്സ് 200 grams, that means 1000 rupees. 1000 രൂപ ഉണ്ടെങ്കിൽ വില. 6 മീനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ നമ്മളിത് പ്രോണിൻ്റെ അതേ ഇതും മേടിച്ചു. അപ്പോൾ ഷെയർ ചെയ്തു വേണ്ട. ഇത് ഈ ഒരു ഫുൾ ബോക്സിൽ വന്നത് നമ്മൾ 3 പേർക്ക് കഴിക്കാനായിട്ട് എടുത്തു. അപ്പം 3 പേർക്ക് ആഫ്രിക്കയിൽ ഒരു ഡിന്നർ കഴിക്കാൻ 1000 രൂപയുടെ ചിലവായത്. ഞാനിത് കഴിക്കട്ടെ. അപ്പോൾ ഇതെൻ്റെ മീനുണ്ട്, പിന്നെ കുറച്ച് ചോറുണ്ട്, പിന്നെ കുറച്ച് ചിപ്സ് ഉണ്ട്. ഇത് വേണ്ട മീനൊക്കെ ഇത് ഗ്രില്ല് ചെയ്താട്ടോ, ബട്ടർ ഇട്ട് ഗ്രില്ല് ചെയ്താണ്. നല്ല നമുക്കിത് കുറച്ച് ഇതാണ്, ഇതുപോലത്തെ മീനാണ്. ഇതിന് ഹെയ്ക്ക് എന്നാണ് ഇവിടെ പറയുക. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ചോറ് എടുത്തിട്ട് തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ്. ആക്ച്വലി ഇത് 200 രൂപ 3 ആൾക്ക് ഇത്രയും അധികം 2 മീനും ചോറും വെച്ചിട്ട് നല്ല ഡീലാട്ടോ. സത്യം പറഞ്ഞു, നമ്മൾ ഇവിടെ വരുമ്പോൾ എപ്പോഴും ഇത് തന്നെയാണ് ഓർഡർ ചെയ്ത് കഴിക്കാറ്. വയറെന്തായാലും നിറയും. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ വെച്ചിട്ട് പാടില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുക. പിന്നെ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ഐശ്വര്യ ഒരു ബൈ.